ഇവൻ എപ്പോഴും മോളുടെ കാര്യം പറയും. സ്വന്തം ചേച്ചിയെ പോലെ ഇവന് മോള്. ഓ, ഇപ്പോഴെങ്കിലും അതൊന്ന് സമ്മതിച്ചല്ലോ ഞാൻ ചേച്ചിയുടെ അനിയനാണെന്ന്. മോളെ, ഇവൻ പറഞ്ഞിരുന്നു ബോർഡ് വരുമെന്ന്. നിങ്ങൾ സംസാരിക്കുക, ഞാൻ അതിൽ കുടിക്കെടുക്കാം. അച്ഛാ, ആ ബോർഡിൽ ജ്യൂസ് ഇരിപ്പുണ്ട്. ഏയ്, മോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. മോൾ ആദ്യമായിട്ട് പരിചയം വരികയല്ലേ. എന്താ എന്തു ചേച്ചി? ദേവി, എന്തൊരു കുഴപ്പമുണ്ടല്ലോ. എന്റെ മനസ്സിലെന്താ പെട്ടെന്ന് ഇങ്ങനെ? മോളെ കുടിക്കേ. ചേച്ചി, ചേച്ചി, ആ നാഗപ്പോല വിവേകം ചെയ്തോ? അവളെന്താ പരിഭ്രമിച്ചു പോകുന്നത്? അവളുടെ കയ്യിലെ ആ മോതിരമാണ് അവളെ പരിധിയിലാക്കാൻ വിസമ്മതിക്കുന്നത്. അത് കൈക്കലാക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്താ എന്തു പറ്റിയ അവൾക്ക്? എനിക്കറിയില്ലമ്മേ. ചേടാ, ആ കൊച്ചെന്ത് പണിയാ കാണിച്ചേ? അല്ല, അച്ഛൻ കൂട്ടോ? ഞാൻ ഇപ്പൊ വരാം. മോളെ, മോളെ ദേവുട്ടി, എന്താ എന്തു പറ്റി? ഒന്നും പറയണ്ട ഹോര. ഘോര എന്ന ഭസ്മം ഞാൻ ജ്യൂസ് കിളർത്തി അവൾക്ക് കൊടുത്തതാ. അവളത് കുടിക്കാനായി എടുക്കുകയും ചെയ്തു. പെട്ടെന്നത്തെ വെളിപാട് തോന്നും പോലെ അവൾ പുറത്തേക്കൊരു ഓട്ടോ ആയിരുന്നു. പെട്ടെന്ന് തോന്നിയ വെളിപാടല്ല നാഗപ്പ. ദേവശക്തികൾ അവൾക്ക് തീർത്ത സുരക്ഷാ വലയത്തിന്റെ ശക്തിയാണത്. അതൊരു മോതിരമായി അവളുടെ വിരലിൽ കിടപ്പുണ്ട്. ആ മോതിരം അവളിൽ നിന്ന് പോകാതെ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് അവൾ വരില്ല. എങ്ങനെയും അവളിൽ നിന്ന് ആ മോതിരം ഇല്ലാതാക്കിയേ പറ്റൂ. എങ്കിൽ നമ്മൾ ജയിക്കും. അതെങ്ങനെ സാധിക്കും? ആ ഭസ്മം ഉള്ളിൽ ചെന്നിരുന്നെങ്കിൽ നമ്മൾ പറയുന്നൊക്കെ അവള് കേട്ടേനല്ലോ. അവളെ മെരുക്കിയെടുക്കാനുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം.